നമ്മുടെയൊക്കെ ധാരണയിൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ത്രിത്വത്തിൽ ഒരാൾ, അല്ലെങ്കിൽ പ്രാവ്, അല്ലെങ്കിൽ തീനാളം, ഇങ്ങനെ സഹായിക, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മറുപടി. കുറച്ചുകൂടി ആത്മീയമായിട്ട് ഉയർന്നവരായുണ്ട്. നിങ്ങളുടെ മറുപടികളൊന്നും തെറ്റല്ല, പക്ഷെ അപൂർണമാണ്. ഇതിലൊതുങ്ങുന്നല്ല പരിശുദ്ധാത്മാവ്. ഈ പറഞ്ഞൊന്നും തെറ്റല്ല, അല്ല ശരി തന്നെയാണ്, പക്ഷേ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിനെ ഉൾക്കൊണ്ടിട്ടില്ല. വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ മുഴുവൻ ഉൾക്കൊള്ളിപ്പിക്കാൻ ഒരു വാക്കുള്ളൂ. എന്താണെന്നറിയോ? എല്ലാവരും ഉറക്കെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ്, ഉറക്കെ പറ, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പറഞ്ഞെല്ലാവരും ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞേ. അതിന് കുറവേ തീയാണെന്നോ സഹായകനാണെന്നോ പ്രാവാണെന്നോ മധ്യസ്ഥനാണെന്നോ ഇതൊക്കെ പറയുന്നത് തെറ്റൊന്നല്ല, അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. പക്ഷേ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഒരു വാക്കുള്ളൂ. പിതാവായ ദൈവത്തെ പോലെ, പുത്രനായ ദൈവത്തെ പോലെ പരിശുദ്ധാത്മാവാരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. പറഞ്ഞെല്ലാവരും, നമ്മൾ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന പോലെ, പുത്രനായ ദൈവത്തെ ആരാധിക്കുന്ന പോലെ നമ്മൾ ആരാധിക്കണം. ഇനി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ആരാധിക്കേണ്ടത്? അതിൻ്റെ റീസൺ എന്താ? ഈശോയുടെ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായമല്ല. ഈശോയുടെ അഭിപ്രായത്തിൽ അതിൻ്റെ റീസൺ എന്താണ്? എപ്പോഴും നമ്മളോട് കൂടെ വസിപ്പാൻ ഈശോ നൽകിയിരിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവിനാണ്, അല്ലേ? ഈശോ പോമേ നമുക്ക് തന്ന വാക്ക്, ഞാൻ നിങ്ങളൊരിക്കലും അനാഥരായി, ഉറക്കെ പറ, എന്നേക്ക് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു ആ സഹായകനാണ് ആര്? മനസ്സിലായി? അപ്പം എന്നൊട്ട് നമ്മൾ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന പോലെ, പുത്രനായ ദൈവത്തെ ആരാധിക്കുന്ന പോലെ ആരാധിക്കണം. നമ്മൾ ഏറ്റവും കുറവ് ആരാധിക്കാറ്? ഒന്നാമത്തെ പരാജയം. ഇന്നോട്ട് മാറ്റം ഉണ്ടാവണം കേട്ടോ. കാരണം നമ്മളോട് കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, അക്കോർഡിംഗ് ടു ബൈബിൾ. ചെറുവനായ എൻ്റെ അഭിപ്രായമല്ല, ഈശോയുടെ അഭിപ്രായമാണ്. നമ്മൾ ഏറ്റവും അടുത്തുള്ള ആളോടല്ലേ നമ്മൾ ഇൻറ്റിമസി കാണിക്കണ്ടേ? ദൈവത്തോട് കാണിക്കുന്ന ഇൻറ്റിമസിയുടെ പേരാണ് പ്രാർത്ഥന. പറഞ്ഞെല്ലാവരും, ദൈവത്തോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണെന്ത്? പ്രാർത്ഥന. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നോട്ട്, കഴിഞ്ഞൊക്കെ പോട്ടെ, പുതിയ പെന്തക്കോസ്ത് നാൾ വരല്ലേ, അപ്പം ഇന്നോട്ട് നമ്മളൊരു തീരുമാനം എടുക്കണം, എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഇനി അടുത്തായിട്ട് നമ്മുടെ ബൈബിളിൽ ആദ്യമായി പരിശുദ്ധാത്മാവിനെ എവിടെ കാണണമെന്ന് നോക്കാം. ബൈബിൾ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേരാണ് ഉൽപ്പത്തി. പറഞ്ഞെല്ലാവരും, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ആണ് ബൈബിൾ ആദ്യമായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ പിതാവായ ദൈവം തൻ്റെ മക്കളായി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം ജലത്തിൻ്റെ മേലെ ചലിച്ചുകൊണ്ടിരുന്നു. അതായത് പരിശുദ്ധാത്മാവ് അതായത് അതിനു മുമ്പ് ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യം എങ്ങനെയാണ് പറയുക? ഇൻ ദ ബിഗിനിങ്, അനാദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും രൂപരഹിതമായിരുന്നു, അന്ധകാരം നിറഞ്ഞതായിരുന്നു. അതായത് ഒരു നന്മയുമില്ലാത്ത, അബ്സല്യൂട്ട്ലി പരാജയമായ, തോൽവിയായ, അനർത്ഥം മാത്രമായ ഒരവസ്ഥയായിരുന്നു ആദ്യമുണ്ടായിരുന്ന ഭൂമി എന്ന് നമ്മുടെ പിതാവ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു. ഇന്ന് കാണുന്ന എല്ലാ മനോഹാരിത ഉണ്ടായതിൻ്റെ പിന്നിലെ ആരുടെ പ്രവർത്തനമാണ്? പരിശുദ്ധാത്മാവിൻ്റെ. പറഞ്ഞെല്ലാവരും, 2-ാമത്തെ വാക്യത്തിലാണ്, ജലത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. പിന്നെ പ്രകാശമുണ്ടായി, ഭൂമിയുണ്ടായി, കരയുണ്ടായി, കടലുണ്ടായി, അവസാനം ജീവജാലം ഉണ്ടായി, മനുഷ്യരുണ്ടായി. അപ്പം ഇന്ന് കാണുന്ന എല്ലാ നന്മകളുടെ പിന്നിലും ആരുടെ പ്രവർത്തനമാണ്? അവർക്ക് പറഞ്ഞെല്ലാവരും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിന് ആദ്യം ഒരു പോരായ്മയുടെ നിറമുള്ള ഭൂമിയാണ് ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മുടെ പിതാവ് നമുക്ക് കാണിച്ചു തരണേ. അപ്പം നമ്മൾ എന്ത് പോരായ്മ ഉണ്ടെങ്കിലും അതിനെ പൂർണ്ണതയിലേക്ക്, നന്മയിലേക്ക് നയിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? പരിശുദ്ധാത്മാവിന്. ഉറക്കെ പറഞ്ഞെല്ലാവരും, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഇതറിയാവുന്ന ജ്ഞാനിയായ നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകൻ, അവിടെ നമുക്ക് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളൊരിക്കലും അനാഥരായി വിടുകയല്ല, എന്നേക്ക് നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു അസഹായനാണ് ആര്? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കുറവുകൾ നമ്മുടെ ആകട്ടെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ ആകട്ടെ, മക്കളുടെ ആകട്ടെ, നമ്മുടെ കൃഷിയിടങ്ങളിലെ ആകട്ടെ, എല്ലാ കുറവുകളും പരിഹരിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഉൽപ്പത്തിയിൽ ആദ്യം തന്നെ പരിശുദ്ധാത്മാവ് കാണിക്കും. ഈ ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറ്റവും അവസാനം ഇവിടെ കാണണമെന്നറിയോ? ബൈബിൾ അവസാനത്തെ പുസ്തകത്തിൻ്റെ പേരാണ് വെളിപാട്. പറഞ്ഞെല്ലാവരും, അതിൽ എത്ര അധ്യായമുണ്ട്? 22 അധ്യായം. പറഞ്ഞെല്ലാവരും, അതിൽ അവസാന ഭാഗത്ത് വെളിപാടിൻ്റെ 22-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് ബൈബിൾ അവസാനമായി പരിശുദ്ധാത്മാവിനെ ഇവിടെ പിതാവ് കാണിച്ചു തന്നെ. അവിടെ ഇങ്ങനെയാണ് പറയുക, ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവൻ വരട്ടെ, ആഗ്രഹം വരട്ടെ, ദാഹിക്കുന്നവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. അപ്പോൾ അവിടെ
ഈ പരിശുദ്ധാത്മാവ് സൗജന്യമായി തരുന്ന പറയണേ. അവർക്ക് പറഞ്ഞ എല്ലാവരും. പക്ഷേ അതിന് നമുക്കെന്തുണ്ടാവണം? ദാഹം ഉണ്ടാകണം, ആഗ്രഹം ഉണ്ടാകണം എന്നാണ് അവിടെ. ഞാനല്ല, ഇവിടെ കർത്താവ് പറഞ്ഞിരുന്ന പ്രബോധനം. എൻ്റേതായിട്ടൊന്നും ഞാൻ പറയില്ല. എവിടെയാ വചനം? വെളിപാട് 22:17 വാക്യം കേട്ടോ. അപ്പോൾ ദൈവമക്കളെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബൈബിളിൽ ആരംഭം തൊട്ട് അവസാനം വരെ, പിന്നെ എല്ലാം ബൈബിൾ ഉടനീളം നമുക്ക് ആരെ കാണാൻ സാധിക്കും? പരിശുദ്ധാത്മാവിനെ. അപ്പം അതുകൊണ്ടാണ് ഈശോയെ പരിശുദ്ധാത്മ നമുക്ക് തന്നത്. മാത്രമല്ല, നമ്മുടെ എല്ലാ പൂർണ്ണതയ്ക്കും പരിശുദ്ധാത്മാവ് അത്യന്താപേക്ഷിതമാണ്. ഇനി അടുത്താണ് നമ്മൾ ചിന്തിക്കാൻ പോണത്, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ പോകണം. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഞാൻ കുറേ ലോകങ്ങൾ കറങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. കുറേ കാലം 41 വർഷമായി സുവിശേഷ വേലയിൽ. ഇപ്പം ഈ കത്തോലിക്കരല്ലാത്ത പെന്തക്കോസ്ത് അങ്ങനെയുള്ളവരൊക്കെ കത്തോലിക്കരായി നമ്മളെ കളിയാക്കാൻ, ഇങ്ങനെ പുച്ഛിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങളുടെ സഭയിലുള്ളോ? ഇങ്ങനെ നിങ്ങൾക്കൊന്നത് അധികം നേരിടേണ്ടി വന്നിട്ടില്ല. വിദേശങ്ങളിലൊക്കെ ഉള്ളവർക്കാണ്, അവിടെ എല്ലാവരും മിക്സ് ആയിട്ടില്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറയുന്നത് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ആത്മീയമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ? അപ്പോൾ അവരെപ്പോഴും നമ്മളെ കളിയാക്കുന്ന ഒരു കാര്യമാണ്, എന്നിൽ എന്തുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് സംശയമായി, ഈ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ? ഈശോയുടെ മറുപടി എന്താ? ഈ ചോദ്യത്തിന് മറുപടി ദൈവം മറുപടി തരുന്നു. നിന്നിലോ പരിശുദ്ധാത്മ ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരു ദർശനക്കാരൻ്റെ അടുത്തോ സന്ദേശക്കാരൻ്റെ അടുത്തേക്കൊന്നും പോകണ്ടെന്നാ ബൈബിൾ പറയണേ. നിനക്ക് തന്നെ നിൻ്റെ ആത്മീയത എങ്ങനെയാണെന്ന് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയും. നിനക്ക് തന്നെ നിൻ്റെ ആത്മീയ വിലയിരുത്താൻ പറ്റും. അതിന് പരിശുദ്ധാത്മ പറഞ്ഞ മാർഗമാണ് കൊരിന്ത്യോസുകാരുടെ 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം. ഏതാ വാക്യം നമ്മൾ പറയാൻ പോണേ? 1 കൊരിന്ത്യർ, ഉറക്കെ പറ, ഏറ്റു പറയണം കേട്ടോ. അപ്പോൾ ഹൃദയത്തിൽ ആലേഖനം ചെയ്യും. ഉറക്കെ പറയാം. 1 കൊരിന്ത്യർ 12:3-ാം വാക്യം. അവിടെ എന്നിലോ നിന്നിലോ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലെന്ന് നിനക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ദർശനക്കാരൻ്റെ അടുത്തൊന്നും പോകണ്ട, നിനക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരണേ. ബൈബിളിലൂടെയല്ലേ നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുക. 1 കൊരിന്ത്യർ 12:3 ഇങ്ങനെയാണ് പറയാ. എല്ലാവരും ഉറക്കെ പറഞ്ഞേൻ. ദൈവാത്മാവ് മുഖേന, ഉറക്കെ പറ, വാതുറന്ന് ഉറക്കെ പറ, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയില്ലെന്നും. അപ്പം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് യേശു എന്താണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈശോ ശപിക്കപ്പെടാനെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഈ ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ യേശു പൊട്ടയാണ്, ശപിക്കുക, ജാരസത്യതയാണ് നമ്മൾ ക്രിസ്മസിൻ്റെയൊക്കെ നമ്മൾ വാട്സപ്പിൽ കാണാറില്ലേ. അവരിലൊന്നും എന്തില്ല? പരിശുദ്ധാത്മാവ് ഇല്ല. പിന്നെ അവരുള്ളത് ദുരാത്മാവാണ്. ഏതെങ്കിലും ഒന്നുണ്ടാവുള്ളൂ. ഒന്നിൽ പരിശുദ്ധാത്മാവ്, അല്ലെ സാത്താൻ്റെ ആത്മാവ്. ഇങ്ങനെ യേശുവിനെ ശപിക്കുന്നവർ, പ്രാകുന്നവർ കുറേ പേരില്ലേ. അങ്ങനെ എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ യേശു ക്രിസ്തുവിനേക്കാൾ വലിയവനാണ് ആ പറഞ്ഞ ആളെങ്കിൽ വിശ്വസിച്ചോ, അല്ലാത്തവനാണ് വിശ്വസിക്കേണ്ട. ഈ ജീവിക്കോടെ കേട്ടോ കളഞ്ഞോ. കാരണം ഈശോ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, യോഹന്നാൻ 15:16 വാക്യം, ഈ സത്യാത്മാവിനെ ലോകത്തിന് സ്വീകരിക്കുവാൻ സാധ്യമല്ല. ഇല്ല, സത്യാത്മാവിനെ ലോകത്തിന് സ്വീകരിക്കാൻ, അത് ലോകത്തോട് അനുരൂപരായി ജീവിക്കുന്ന കോടിക്കണക്ക് അവർക്കൊന്നും പരിശുദ്ധാത്മ സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. ചെറിയവനായ ഞാനല്ല, നമ്മുടെ കർത്താവ് പറയണേ. യോഹന്നാൻ 15:14-15-16 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്നിലോ നിന്നിലോ പരിശുദ്ധാത്മാവാണ് ഒന്നാമത്തെ അടയാളമായിട്ട്. യേശു അല്ല പരിശുദ്ധാത്മാവിന് പറയുന്ന, ഞാനല്ല, പരിശുദ്ധാത്മാ പറയുന്ന വാക്കാണ്. എല്ലാവരും ഒന്നുകൂടി പറഞ്ഞേൻ. 1 കൊരിന്ത്യർ 12:3 ദൈവാത്മാവ് മുഖേന, ഉറക്കെ പറ, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയില്ലെന്നും യേശു എൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എനിക്കോ നിനക്കോ യേശു എൻ്റെ കർത്താവാണെന്ന് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ ആരുണ്ടാകണം? ഉറക്കെ പറ. എന്ന് ആര് പഠിപ്പിക്കുന്നു? പരിശുദ്ധാത്മാവ്. ഞാനല്ല ആരെ പഠിപ്പിക്കണേ? എന്തിലൂടെ പഠിപ്പിക്കുന്നു? വിശുദ്ധ ബൈബിളിലൂടെ. പറഞ്ഞെല്ലാവരും ബൈബിളിൽ നമ്മൾ കണ്ടത്. ഒന്നുകൂടി പറഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈശോ എൻ്റെ കർത്താവാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? മണ്ഡലിലാരും പറ്റുന്നുണ്ടോ? ഉറക്കെ പറ, പറ്റുന്നുണ്ടോ? അന്ന് ഇടത് ഹൃദയത്തിൽ വെച്ച് വലത് ഹൃദയ യേശുവിനെ നോക്കി പറഞ്ഞാൽ യേശുവിൻ്റെ കർത്താവാണെന്ന് ഉറക്കെയാണ് പറഞ്ഞേൻ. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, കർത്താവിനോട് കേട്ടോട്ടെ. ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞേൻ. സാത്താൻ കിടുകിട വിറയ്ക്കുന്ന രൂപത്തിൽ പറഞ്ഞേൻ. പാതാളകർത്തം വിറകളുന്നതിൽ പറഞ്ഞേൻ. സ്വർഗത്തിൽ വലിയ റിജോയ്ഷൻ തരത്തിൽ പറഞ്ഞേൻ. സർവശക്തിയോടെന്ന് ഉറക്കെ പറഞ്ഞേൻ.
അപ്പൊ നമ്മളെല്ലാം എന്തുണ്ട്? അവർക്ക് പറയും നമ്മളെല്ലാം എന്തുണ്ട് എന്ന് ആര് പഠിപ്പിച്ചു? പരിശുദ്ധാത്മാവ് എന്തിലൂടെ പഠിപ്പിച്ചു? ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. എപ്പോഴൊക്കെയാണ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത്? അത് ബൈബിളിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായ 6 സന്ദർഭങ്ങളിലാണ് നമ്മളുടെ പരിശുദ്ധാത്മ നിറയുക കേട്ടോ. അപ്പം ഇന്ന് തൊട്ട് നിങ്ങൾ ഈ 6 മേഖലകൾ നിങ്ങൾ എല്ലാ ദിവസവും പറ്റാവുന്ന ദിവസത്തിലൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. ഓക്കെ, സാധാരണഗതിയിൽ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു അവർ ലോർഡ് 6 സന്ദർഭങ്ങളിലാണ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മ നിറയാമെന്നാണ് ബൈബിൾ വ്യക്തമായി പറഞ്ഞു തരുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മ നിറയുന്ന ഒന്നാമത്തെ സന്ദർഭമാണ് ദൈവമക്കളെ, എല്ലാ കുദാശകളിലും ആര് ലഭിക്കുന്നു? നമ്മൾ ഇപ്പം ഞാൻ കുർബാന സ്വീകരിച്ചിട്ടാണ് വരണേ, അവിടെ കുമ്പസാരം നടക്കുന്നുണ്ട്. അതുപോലെ എല്ലാ പിന്നെ മാമോദീസയിലെ ആദ്യം 3 കുദാശകളാണല്ലോ. എല്ലാ രോഗി ലേപനമുണ്ട്, വിവാഹം എന്ന കുദാശയുണ്ട്. എല്ലാ കുദാശയിലും നമ്മൾക്ക് ആര് ലഭിക്കുന്നുണ്ട്? അപ്പം മാക്സിമം അടിക്കടി കുദാശകൾ നിങ്ങൾ ഉൾക്കൊള്ളുക. നമുക്ക് ഏറ്റവും കൂടുതൽ അടിക്കടി ഉൾക്കൊള്ളാൻ പറ്റാവുന്ന കുദാശകൾ ഏതാണ്? 2 എണ്ണമുള്ളൂ. ഏതാ 2 എണ്ണം? ഒന്ന് വിശുദ്ധ കുർബാനയും പിന്നെ വിശുദ്ധ കുമ്പസാരം. അത് മാക്സിമം നമ്മൾ അതിലെല്ലാം പരിശുദ്ധാത്മ നിറയുന്നതാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ കുദാശയിലുണ്ട്. പക്ഷെ നമുക്ക് മാമോദീസ ഒരിക്കലല്ലേ പറ്റുള്ളൂ. പക്ഷേ എത്രമാത്രം മാക്സിമം ചെയ്യാൻ പറ്റാവുന്ന 2 കുദാശ അത് പറയാൻ യോഗ്യതയുണ്ട്. ഞാൻ ലോകത്തിൽ എവിടെ പോയാലും കുർബാന മാറ്റി വയ്ക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വിദേശങ്ങളിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പോകുമ്പോൾ ആദ്യം തീരുമാനിക്കും, അവിടെ എപ്പോഴും അവിടുത്തെ കുർബാനയുടെ സമയം നോക്കും. ഒരു വൈകിട്ട് ഒരു 7 മണിക്ക് കുർബാന ആണെങ്കിൽ അവിടെ ഒരു 2 മണിക്കോ അല്ലെങ്കിൽ 1 മണിക്ക് ഒരു 5-6 മണിക്കൂർ നേരത്തെ എത്തുന്ന തരത്തിൽ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുള്ളൂ. കാരണം ഒരിക്കലും കുർബാന മുടങ്ങാൻ ചെറിയവനായി ഞാൻ അനുവദിക്കില്ല. അതെൻ്റെ കർത്താവ് അനുവദിക്കുന്നില്ല. എവിടെ പോയാലും കുർബാന കർത്താവ് ഒരുക്കി തരും. അത് വേറെ കാര്യം. അപ്പോൾ ദൈവ മക്കളെ, ഇതിലെല്ലാം നമ്മൾ ആര് നിറയുന്നു? പരിശുദ്ധാത്മാവിന് നിറയുന്നു. രണ്ടാമത് പരിശുദ്ധാത്മ നിറയുന്ന രണ്ടാമത്തെ സന്ദർഭമാണ് കർത്താവിൻ്റെ അഭിഷിക്തന്മാരുടെ കൈവയ്പിലൂടെ. നമ്മുടെ ഓരോ നമ്മളൊക്കെ ഇപ്പോൾ ഒരു എക്സാമിന് പോകാൻ നിൽക്കുക. നിങ്ങളുടെ മക്കളെ ആദ്യം വിടേണ്ടത് മറ്റേ ട്യൂഷൻ സെൻറ്ററിലേക്കല്ല, വികാരി അച്ഛൻ്റെ അടുത്തില്ല. മക്കളെ പോയിട്ട് അച്ഛൻ്റെ ഒരു അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോ. ഒരു ജോലി ഇൻ്റർവ്യൂവിന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോ. ഇതുപോലെ നമ്മുടെ ധ്യാന എല്ലാ അഭിഷിക്തന്മാരുടെ കൈവയ്പിലൂടെ നമുക്ക് ആര് ലഭിക്കുന്നുണ്ട്? അപ്പോൾ മനസ്സിലാവുന്നത് അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങളായിട്ട് മാറും. ജീവിതാനുഭവം ഞാൻ പറയണേ, നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ് ഞാൻ. അനുഗ്രഹത്തിൻ്റെ കണക്ക് എനിക്ക് പറയാമല്ലോ. എൻ്റെ ദൈവമാണ് നിങ്ങളുടെ ദൈവം. എല്ലാ അഭിഷിക്തന്മാരുടെ കൈവയ്പിലൂടെ പരിശുദ്ധാത്മ ലഭിക്കാനിടയാകുന്നു. മൂന്നാമത്തെ മേഖലയാണ് ദൈവമക്കളെ, യേശുവിനെ കർത്താവായി ഏറ്റു പറയുമ്പോൾ. യേശുവിനെ ഇപ്പോൾ നമ്മൾ കർത്താവിനെ ഏറ്റു പറഞ്ഞില്ലേ, അപ്പോഴൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ പരിശുദ്ധാത്മ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കിടക്കുമ്പോൾ എല്ലാം നമ്മൾ യേശുവിനെ ഏറ്റു പറയണം. നമ്മളിപ്പോൾ ജോലി ചെയ്യുമ്പോഴൊക്കെ യേശുവിനെ ഏറ്റു പറയാം. നമുക്ക് ഓരോ പ്രാവശ്യം കർത്താവിനെ ഏറ്റു പറയുമ്പോൾ നമ്മളിൽ ആരും നിറയുന്നുണ്ട് എന്ന് വചനം പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ മേഖലയാണ് ദൈവമക്കളെ, പാപത്തെ വെറുത്തുപേക്ഷിക്കുമ്പോൾ. പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന കുദാശയുടെ പേരെന്താണ്? കുമ്പസാരം. പറഞ്ഞെല്ലാവരും. അതുകൊണ്ടാണ് പാപത്തിനെ കുറിച്ച് ബൈബിൾ പറയാ, നാം ആത്മീയമായിട്ട് മരിക്കുന്നു. കുമ്പസാരത്തെക്കുറിച്ച് തിരുസഭ പറയുന്നത് എങ്ങനെയാണ്? നാം വീണ്ടും ജനനം പ്രാപിക്കുന്നു. പറഞ്ഞെല്ലാവരും. പ്രസാദപരമുള്ളവരായി മാറുന്നു. പറഞ്ഞെല്ലാവരും. നമ്മൾ കുമ്പസാരം കഴിഞ്ഞ് നമ്മൾ ഓരോ പ്രാർത്ഥന ദൈവത്തിനുമ്പിൽ സമർപ്പിക്കുമ്പോൾ, അത് കുടുംബ പ്രാർത്ഥനയായിട്ട് കുമ്പസാരമായിട്ട് കുർബാനയായിട്ട് വ്യക്തി പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ ഈശോയുടെ നയനങ്ങളെ നോക്കും. ഈശോയുടെ നയനങ്ങൾക്ക് കുമ്പസാരം കഴിഞ്ഞ് നീ പ്രസാദപരത്തിലായിരിക്കുമ്പോൾ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. നീ പ്രസാദപരത്തിൽ നിന്റെ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ നയനങ്ങൾക്കത് സുരബലകാഴ്ചയായി മാറും. നീ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും സ്തുതികളും ആരാധനകളും നീ പ്രസാദപരത്തിലാണ് ചെയ്യുന്നെങ്കിൽ കർത്താവിൻ്റെ ഹൃദയത്തിന് അത് പരിമളധൂപം പോലെ സ്വീകാര്യമായി മാറും. ദൈവമക്കളെ, എല്ലാ പാപത്തെ വെറുത്തുപേക്ഷിക്കുമ്പോൾ നമ്മളുടെ പരിശുദ്ധാത്മ നിറയുന്നു. അതിൻ്റെ കുദാശയുടെ കുമ്പസാരത്തിലൂടെ പരിശുദ്ധാത്മ നിറയാനിടയാകുന്നു. അടുത്തതായിട്ട് പരിശുദ്ധാത്മ നിറയുന്ന അടുത്ത മേഖലയാണ് ദൈവമക്കൾ, അഞ്ചാമത്തെ മേഖലയാണ് ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. പറഞ്ഞെല്ലാവരും. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം കുടുംബ പ്രാർത്ഥനയിൽ ഒരു 5-10 മിനിറ്റൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞെല്ലാവരും. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞെല്ലാവരും. ഒന്നുകൂടെ അവർക്ക് പറഞ്ഞെല്ലാവരും. ദാഹിച്ച് സിയോൻ ഊട്ടുശാലയിൽ ഉണ്ടായത് അതാണ്. ശിഷ്യന്മാർ വളരെ ദാഹിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ ശിരസിലേക്ക് എന്തിറങ്ങി?
തീനാക്കളുടെ രൂപത്തിൽ എന്തിറങ്ങി? ഇന്ന് ബൈബിൾ നമ്മൾ വായിച്ചില്ലേ, അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചില്ലേ, 1-ാമത്തെ അല്ലേ? അവിടെ ദൈവമക്കളെ ഈ ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ്, ഇതുപോലെ ധ്യാനങ്ങളൊക്കെ പോകുമ്പോൾ ഏകദിനാകട്ടെ താമസിച്ചുള്ള ധ്യാനങ്ങളാകട്ടെ, അപ്പോൾ വളരെ ദാഹിച്ച് പ്രാർത്ഥിക്കണം. ആരാധനയിലൊക്കെ കരങ്ങൾ സ്തുതിക്കാൻ പറയില്ലേ? അപ്പം അച്ഛൻ പറയുന്നതുകൊണ്ട് നമ്മൾ സ്തുതിക്കുന്നാകരുത്. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. പറഞ്ഞെല്ലാവരും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? എന്തിനു വേണ്ടി? എന്നിൽ പരിശുദ്ധാത്മ ഈ പരിശുദ്ധാത്മ നിറഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുന്ന ഒരു പ്രധാന പ്രബോധനം ഇതാണ്: അവൻ എന്നേക്ക് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനാണ്. പറഞ്ഞെല്ലാവരും. ഇപ്പൊ പരിശുദ്ധാത്മ നമ്മൾ വസിക്കുന്നത് സർവശക്തനായ ദൈവമായിട്ട് മാത്രമല്ല, പിന്നെ ആരായിട്ടാണ്? ഉറക്കെ പറഞ്ഞേൻ. സഹായകൻ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേൻ. ഒരു നാവിനും വർണ്ണിക്കാൻ പറ്റാത്ത മഹോന്നതനായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. പക്ഷേ നമ്മൾ വസിക്കുന്നത് നോട്ട് ഓൺലി ഗോഡ് as well as helper. In other words, we can seek help from Holy Spirit. Any critical കണ്ടീഷനിലും ആരുടെ സഹായം തേടാം എന്ന് ആര് പഠിപ്പിക്കുന്നു? പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15, 16, 17 വാക്യത്തിലാണ് ഈ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന യേശുക്രിസ്തു. അവിടെ ഈശോ പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും, എന്നേക്ക് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല. ഞാൻ നിങ്ങൾ ഒരിക്കലും അനാഥരായി. ഇതൊക്കെ ആ 3 വാക്യത്തിലുള്ള 3 വാക്യം ഞാൻ പറഞ്ഞത്. യോഹന്നാൻ 14, 15, 16, 17. ദൈവമക്കളെ, അപ്പം നമ്മൾ എന്നേക്ക് കൂടെ ഇരിപ്പാൻ, സഹായകനായിട്ട് കൂടെ ഇരിപ്പാനാണ് ആര് വന്നിരിക്കണേ? അപ്പം നമ്മുടെ ഏത് ക്രിട്ടിക്കൽ കണ്ടീഷനിലും നമുക്ക് ആളുടെ സഹായം തേടാം എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ 1 മിനിറ്റുണ്ട്. എനിക്ക് വലിയ ഭീകര സാക്ഷിയൊന്നുമില്ല, 1 മിനിറ്റിൻ്റെ സാക്ഷി എനിക്കുള്ളൂ. എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മയുടെ കുറേ 10,000 കണക്കാരുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. പരിശുദ്ധാത്മ പ്രചോദനം തരുന്നതുകൊണ്ട് പറയണേ. അതിനുമുമ്പ് ഞാൻ എന്നെക്കുറിച്ച് ഒരു 1/2 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. 6 വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചു. എൻ്റെ അപ്പനാണെങ്കിൽ നല്ലൊരു മദ്യപാന കള്ളുടീന കുടിച്ച് വഴിയിലൊക്കെ എടുക്കും. കൂട്ടുകാർ പറയും, റപ്പായി, ലോക്കൽ ഭാഷയിൽ റപ്പായി തന്നെ വിളിക്കാം കേട്ടോ. ദൈവമക്കളെ, നിൻ്റെ അപ്പ അവിടെ ചാലി കിടക്കണ്ട, ഭയങ്കര നാണക്കട. 7, 8, 9 പഠിക്കുന്ന കാലത്ത് ഇതാണ് എൻ്റെ കൗമാരപ്രായം. പഠിക്കാനാണെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കൗമാരക്കാരനാണ്. പഠിക്കാൻ മാർഗമൊന്നുമില്ല. മുന്തി തള്ളി 10-ാം ക്ലാസ്സെത്തി. ഇപ്പോൾ എന്തെങ്കിലും ഡിപ്ലോമ എടുത്താൽ ജോലി കിട്ടും. അപ്പം അന്ന് വലിയ കാശ് വേണം. ഇപ്പോൾ കാശ് കൊടുക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ കണ്ട മാർഗം എവിടെ കൈ നീട്ടാൻ പോയില്ല. ആരോഗ്യം ചെറുപ്പം തൊട്ടേ നന്നായി. ഇപ്പോൾ ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. 69 വയസ്സായിട്ട് ഇപ്പോഴും നല്ല ആരോഗ്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ കന്നുകൂട്ടം, അന്നൊന്നും ഈ ട്രാക്ടറുള്ള കാലഘട്ടമല്ല. ഒരു 60 വയസ്സിന് മേലുള്ളവർക്ക് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. അന്നൊക്കെ ഈ കന്നുപൂട്ടാന്ന് പറഞ്ഞാൽ ഈ വയലുകളാണ്, നെൽവയലുകൾ കാള കൊണ്ട് പൂട്ടലാണ്. ഉച്ചവരെ കന്നുപൂട്ടാൻ പോവും, ഉച്ചരിഞ്ഞ് പഠിക്കാൻ പോകും. അങ്ങനെ പഠിപ്പ് കഴിഞ്ഞ് അന്നൊക്കെ ജോലി തേടി ബോംബെക്കാൻ പോകണം. 75-ലെ കാലഘട്ടമാണ് പറയണേ കേട്ടോ. നിങ്ങൾ ഒരു 90% ജനിച്ചുണ്ടാവില്ല ദേവമക്കളെ. അപ്പം അന്ന് ജോലി തേടി ബോംബെക്ക് പോയി. അങ്ങനെ ബോംബെ ചെന്ന് അന്ന് പുലർച്ചെ 4 മണിക്ക് എത്തി. 2 മണിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായാലും പാസ്സായി. അന്ന് തന്നെ ജോലിയും കിട്ടി. പിറ്റേ ദിവസമല്ലേ ചെന്ന് അന്ന് തന്നെ ജോലി കിട്ടി. അവിടെ നിന്ന് പിന്നെ ദൈവമക്കളെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 80 ആയപ്പോൾ 80-ലാണ് ഈ ഗൾഫിലേക്ക് ഒരുപാട് അന്ന് ഗൾഫിലേക്ക് ഇങ്ങനെ ഓപ്പണിങ് വരാൻ തുടങ്ങി. ബോംബെ നിന്നാണ് ആൾ. അങ്ങനെ ഒരു ബ്രിട്ടീഷ് കമ്പനി എന്നെ അവിടെ നിന്ന് ദുബായിലേക്ക് കൊണ്ടുപോയി. നല്ല ഇൻ്റർവ്യൂ, അപ്പോഴേക്കും നല്ല ടെക്നീഷ്യനായി ഞാൻ. ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു അമേരിക്കക്കാരൻ, എൻ്റെ ഒരു കൂട്ടുകാരൻ, വലിയൊരു അവിടുത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന അമേരിക്കയുടെ ഒരു ഓയിൽ കമ്പനി ഉണ്ട് അവിടെ ദുബായിൽ, അമേരിക്കൻ പെട്രോളിയത്തിൻ്റെ. ദൈവമക്കളെ, അതിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അയാൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ APA എന്ന് പറഞ്ഞൊരു പഠനമുണ്ട്, അത് പഠിച്ചാൽ എൻ്റെ കമ്പനിയിൽ എന്ത് ചെയ്യാം, വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഓയിൽ കമ്പനിയാണ്ടത്. ദൈവമക്കളെ, അപ്പോൾ അയാളൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്, ഞാൻ നിനക്ക് ജോലി തരാം. അപ്പോൾ APA എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള പഠനമാണ്, എല്ലാം ടെക്നിക്കലാണ്. അപ്പോൾ എനിക്കത് ഞാൻ കോമ്പറ്റ് ചെയ്യേണ്ടല്ലേ MTech-കാരോടാണ്. ഞാനാണെങ്കിൽ 10-ാം ക്ലാസ്സിലൂടെ. അപ്പോൾ എനിക്ക് വളരെ 1982 തൊട്ട് ബൈബിള് ആദ്യമായിട്ട് നമ്മുടെ POC ബൈബിള് 81-ൻ്റെ അവസാനം 82-ൽ ആദ്യം 6,000 കോപ്പിയാണ്. അതിൽ 100 കോപ്പി കൊണ്ടുവിടാൻ കിട്ടി. കൊണ്ടുവിടാൻ പിതാവിൽ നിന്ന് പറഞ്ഞാൽ എനിക്കും കിട്ടി. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ 80 തൊട്ട് അവിടെയാണ്. അപ്പോൾ എൻ്റെ പ്രധാന ഹോബി ബൈബിൾ വായിക്കില്ല. അപ്പോൾ ബൈബിളിനെ കുറിച്ച് നല്ല അറിവ് അന്നേ ഉണ്ടായി. അപ്പോൾ ഞാൻ ബൈബിളിൽ ഈശോ പറഞ്ഞൊരു പ്രബോധനം എനിക്ക് ഓർമ്മ വന്നു. നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ്, അവർക്ക് പറഞ്ഞ് നമ്മുടെ ബലഹീനത ആത്മാവ് എവിടെ എഴുതി വെച്ചിരിക്കുന്ന വചനം പറ? റോമാക്കാരുടെ ലേഖനം. അതൊന്ന് പറ. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം ഏതാ വാക്യം? 26-ാം വാക്യം. പറഞ്ഞെല്ലാവരും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലൊരു
അവറേജ് അറിവുള്ളൂ. പിന്നെ വളരെ ഉയർന്ന പഠനമാണ് ഈ ഓയിൽ ഫീൽഡ് പെട്രോളിയത്തിൻ്റെ പഠനമാണ്. എന്തായാലും ഞാൻ 40 സബ്ജക്റ്റ് നിങ്ങളുടെ പോലെ IELTS പോലെ 6-7 സബ്ജക്റ്റ് ഒന്നുമല്ല. ഓരോ പുസ്തകം പഠിക്കുമ്പോഴോ ഞാൻ കുറച്ച് നേരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, പഠിക്കും. 70% പാസ്, പക്ഷേ 98% മാർക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ ആ ഉയർന്ന ജോലി, എൻ്റെ ജോലി എങ്ങനെയാണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് വെറും 28 ദിവസം ജോലി ചെയ്താൽ മതി. 28 ദിവസം മുടക്ക്, എല്ലാ മാസം വിദേശത്തിന് വരും. അങ്ങനെ കേട്ടോ നിങ്ങൾ? അങ്ങനെ അത്യപൂർവമായിട്ട് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ, ചിലപ്പോൾ ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ 400 പേരുള്ളൂ. ദൈവമക്കളെ, വളരെ അത്യപൂർവമായിട്ട് ലഭിക്കുന്നൊരു ജോലിയാണ് 28 ഞങ്ങളുടെ ഷെഡ്യൂളിന് പറയാം. 28 ജോലി ചെയ്യുക, 28 ദിവസം മുടക്കുക, എല്ലാ മാസം നാട്ടിൽ വരാം. ഈ മുടക്കിന് ശമ്പളമാണ് കേട്ടോ, ശമ്പളം ചെറുതൊന്നല്ല, ഒരു ചെറിയ ലോട്ടറി കിട്ടുന്ന പോലെ ശമ്പളമാണ്. അപ്പം അത്രമാത്രം ഉയർന്ന നിലയിലെത്താൻ എന്നെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. ഞാനത് എൻ്റെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാനിതുപോലെ കുട്ടി മറ്റെന്താണ് ജീസസ് യൂത്തുകാരുടെ, അതുപോലെ ക്രിസ്ത്യൻ, അങ്ങനെയുള്ള ധ്യാനത്തിൻ്റെ ക്ലാസ് എടുക്കാൻ പറഞ്ഞു കൊടുക്കും. എൻ്റെ മക്കളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവർക്കൊക്കെ വളരെ ഉയർന്ന പഠനങ്ങളും ഉടനെ ജോലികൾ കിട്ടാനിടെ. ഒരു ചില്ലിക്കാ നിങ്ങളുടെയൊക്കെ വീട്ടിൽ UK പോകാൻ 10-25 ലക്ഷം ചിലവാക്കിയല്ലേ? എൻ്റെ മോള് UK ഒരു ചില്ലിക്കാ ചിലവായില്ല. അവരുടെ ടിക്കറ്റ്, അവരുടെ അക്കോമഡേഷൻ. ഇന്ന് ഇത്രമാത്രം ഉയർന്ന നിലയിലേക്ക് നമ്മളെ നയിക്കാനുള്ള അത്യുന്നതമായ ദൈവമാണ് ആര്? പരിശുദ്ധാത്മാവ്. എന്ന് ആര് പഠിപ്പിച്ചോ? ഈശോ പഠിപ്പിച്ചു. ഞാൻ പഠിപ്പിച്ചില്ല. ആരാ പഠിപ്പിച്ചിരിക്കണേ? അതുകൊണ്ടാണ് റോമാക്കാരുടെ ലേഖനം 8-26 വാക്യം ഇങ്ങനെ പറയണേ. എല്ലാവരും പറഞ്ഞാൽ നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, എല്ലാ ദിവസവും കുറച്ച് നേരം ആരോട് പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ വിചാരം നമ്മുടെ ഈ കഠിനാധ്വാനാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമെന്ന്. ദൈവമക്കളെ, അത് ഹൃദയത്തിൽ നിന്ന് മാച്ചു കളഞ്ഞു. നമ്മുടെ അധ്വാനമല്ല അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ഒന്നാം സ്ഥാനം. അധ്വാനത്തിന് വിലയുണ്ട്, വളരെ വലിയ വിലയുണ്ട്. അത് 2ാം സ്ഥാനമാണ് എന്ന് ഞാനല്ല, ദൈവം പറയുന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ദൈവാനുഗ്രഹമാണ്. പറഞ്ഞെല്ലാവരും, നമ്മുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം എന്നാണ്? അധ്വാനത്തിന് 2ാം സ്ഥാനമുള്ളൂ. അത് വളരെ വ്യക്തമായി നമ്മൾ അപ്പം പറഞ്ഞൊരു രംഗമാണ്. 127 സങ്കീർത്തനം 2-ാം വാക്യം. ബൈബിളിലൂടെ നമ്മുടെ അപ്പൻ നമ്മളോട് സംസാരിക്കുക. 127 സങ്കീർത്തനം 2-ാം വാക്യം എങ്ങനെയാണ്? എല്ലാവരും ഏറ്റു പറഞ്ഞാൽ, അതിരാവിലെ എഴുന്നേൽക്കുന്നതും, വാതുറന്ന് ഉറക്കെ പറ, അതിരാവിലെ എഴുന്നേൽക്കുന്നതും, വളരെ വൈകി കിടക്കാൻ പോകുന്നതും, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നടത്തുന്നതും വ്യർത്ഥമാണ്. ഒരു കാര്യമില്ല എന്ന് പറയണേ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങി, രാത്രി 12 മണി വരെ കാല് വെള്ളത്തിലിട്ട് പഠിക്കുകയാണ്. ദൈവമക്കളെ, പരീക്ഷ ഉള്ളി എന്നോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ പഠിച്ചൊക്കെ മറന്നുപോയി. ഇതിലെന്താ, എന്തെങ്കിലുമൊക്കെ എഴുതി. അല്ലെങ്കിൽ നമ്മുടെ കർഷകർ, ഞാൻ ഇപ്പോൾ ജോലിക്കൊക്കെ കർഷകരൊക്കെ ആണല്ലോ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറന്നു, പിന്നെ റബ്ബർ വെട്ടാൻ പോയി, രാത്രി 12 മണി പണിയെടുത്തു. എന്നിട്ട് എന്താ മെച്ചമുള്ളത്? ഇപ്പോഴും കടബാധ്യത തന്നെ. അതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. 127 സങ്കീർത്തനം 2-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് ഒന്നും കൂടി. അതിരാവിലെ എഴുന്നേൽക്കുന്ന, എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞോ, അതിരാവിലെ എഴുന്നേൽക്കുന്നതും, വളരെ വൈകി കിടക്കാൻ പോകുന്നതും, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും. അതിൻ്റെ താഴേക്ക് എന്താ പറയണതെന്നറിയോ? അടുത്ത വാക്യം ഈ തൊട്ട് താഴേക്ക് നമ്മുടെ അപ്പം പറഞ്ഞിരുന്നെങ്കിലാണ്. എല്ലാവരും ഏറ്റു പറഞ്ഞാൽ, തൻ്റെ പ്രിയപ്പെട്ടവർ, അവർക്ക് പറയാം, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് ആവശ്യമായതെല്ലാം നൽകുന്നു. 127 സങ്കീർത്തനം 2-ാം വാക്യം ഞാൻ പറഞ്ഞട്ടോ. അപ്പം നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ആരായി മാറിയാൽ മതി? പ്രിയപ്പെട്ടവരായി മാറിയാൽ മതി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആരായി മാറണം? മക്കളാകണം. അപ്പം നമ്മളെ മക്കളാക്കി മാറ്റുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. പറഞ്ഞെല്ലാവരും, റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യത്തിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? റോമ 8-14-15. ദൈവാത്മാവ് മുഖാന്തരം നാം ദൈവത്തിൻ്റെ ആരായിത്തീരുന്നു? മക്കളായിത്തീരുന്നു. പറഞ്ഞെല്ലാവരും, മക്കളായി നമ്മൾ ദൈവത്തിൻ്റെ ആരായി മാറി? പ്രിയപ്പെട്ടവരായി മാറി. പ്രിയപ്പെട്ടവരായി മാറി നമുക്ക് വേണ്ടതൊക്കെ ആര് തരും എന്നല്ലേ നമ്മുടെ പിതാവ് പഠിപ്പിച്ചത്? 127 സങ്കീർത്തനം 2-ാം വാക്യം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും, വളരെ വൈകി കിടക്കാൻ പോകുന്നതും, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന 5-ാമത്തെ മാർഗ്ഗമാണ് ദാഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ദാഹിച്ചുള്ള പ്രാർത്ഥന, അത് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് ലഭിക്കാനുള്ള 6-ാമത്തെ പോയിന്റ് ഇതാണ്. 6 മേഖലയാണ് പ്രധാനമായിട്ട് ബൈബിളിൽ കാണുന്നത്. 6-ാമത്തെ മേഖലയാണ് ദാസൻ ദാസി മനോഭാവത്തോടെ പ്രാർത്ഥിക്കുക. പറഞ്ഞെല്ലാവരും, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ. ഉടനെ മറിയത്തിൽ ആര് നിറഞ്ഞു? അപ്പം ഇതേ
മറിയത്തിൻ്റെ അനുഷ്ഠാനം നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ എന്തായി മാറണം? പരിശുദ്ധാത്മാവിൻ്റെ ദാസിയായി മാറണം, ദാസനായി മാറണം. അതുകൊണ്ടാണ് ജോയലിൻ്റെ പ്രവചനം 2-27 മുതൽ 26 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ അവസാന നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേൽ, എൻ്റെ ദാസ്യമാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാവരുടെ മേലും വർഷിക്കുന്നു പറഞ്ഞല്ല. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവ് നിറയാൻ ആവശ്യമായ 6ാമത്തെ മേഖലയാണ് ദാസൻ ദാസി മനോഭാവത്തോട് പ്രാർത്ഥിക്കുക. പറഞ്ഞെല്ലാവരും. അപ്പം നമ്മൾ എളിമപ്പെട്ട് അതാണ് മറിയം നമ്മളെല്ലാവരും മാതൃകയല്ലേ. ഇത് 2000 വർഷം മാതാവ് ചെയ്തൊരു കാര്യമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ മറിയത്തിൽ ആര് നിറഞ്ഞു? ഇതെന്തിനാ 2000 വർഷമുള്ള കാര്യം ബൈബിൾ എഴുതി വെച്ചിരിക്കണേ? അന്നത്തെ ജനത്തിനോട് പറഞ്ഞ് ദൈവത്തിന് ചാപ്റ്റർ അടയ്ക്കാമായിരുന്നില്ലേ? അതെന്തിനാ ബൈബിൾ എഴുതി വെച്ചിരിക്കണേ? അതിന് ദൈവത്തിൻ്റെ മറുപടി ബൈബിളിനുള്ളിൽ കാണാം. എന്തുകൊണ്ടാണ് 2000, 3000, 4000 വർഷമുണ്ടായ ഓരോ സംഭവങ്ങൾ? അത് ദൈവം ചെയ്താട്ടെ, അപ്പസ്തലന്മാർ ചെയ്തതാട്ടെ, അല്ലെങ്കിൽ യേശു ക്രിസ്തു ചെയ്താട്ടെ, അല്ലെങ്കിൽ ആത്മീയ ശ്രേഷ്ഠന്മാർ പ്രവാചകന്മാർ ചെയ്തതാട്ടെ, എന്തിനാണ് അതൊക്കെ ബൈബിൾ എഴുതി വയ്ക്കണേ? അതിന് നമുക്കൊരു 1000 മറുപടി ഉണ്ടാവും, ദൈവത്തിനൊരു മറുപടി ഉള്ളൂ. ദൈവത്തിൻ്റെ മറുപടി എന്തിലൂടെ കാണാം? ബൈബിളിലൂടെ. അതിന് നമ്മുടെ ഈ ചോദ്യത്തിന് ദൈവം തരുന്ന മറുപടിയാണ് കൊരിന്ത്യോസുകാരുടെ 1-ാം ലേഖനം. പറഞ്ഞെല്ലാവരും കൊരിന്ത്യോസുകാരുടെ 10-ാം അധ്യായം 11-ാം വാക്യം. എന്തിനാണ് ഈ 2000, 3000 വർഷമുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ ബൈബിൾ എഴുതി വെച്ചിരിക്കണേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ആദ്യത്തെ രാജാവിൻ്റെ പേരാണ് സാവൂൾ ദൈവത്തോട് ചേർന്നപ്പോൾ ഒരുപാട് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടു, ഒരുപാട് അനുഗ്രഹമായി. ഒരുപാട് സമൃദ്ധി വന്നപ്പോൾ ദൈവത്തിന് അകന്നു. ഉടനെ ആര് കടന്നു വരാൻ തുടങ്ങി? ദുരാത്മാവ് സാവൂളിനെ എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം സാവൂളിൻ്റെ ഒരു ബോഡി ഗാർഡിൻ്റെ പേരാണ് ദാവീദ്. എന്ത് ചെയ്തു? സങ്കീർത്തനം ചൊല്ലി കിന്നര ഉപയോഗിച്ച് അങ്ങനെ പാടിയപ്പോൾ വളരെ വ്യക്തമായിട്ട് ബൈബിൾ എഴുതിയ 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 23-ാം വാക്യം ഞാൻ പറയുന്നത്. 1 ശമൂവേൽ 16:21 പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദ് കിന്നര ഉപയോഗിച്ച് കർത്താവിനെ ആരാധിച്ചപ്പോൾ സാവൂളിലെ ദുരാത്മാവ് ഓടിപ്പോയി. സാവൂളിലെ ദുരാത്മാവ് ഇതെന്തിനാ? ഏകദേശം 3500 വർഷമുണ്ടായ സംഭവം. അതെന്തിനാ ബൈബിൾ എഴുതി വെച്ചിരിക്കണേ? അതിന് ദൈവം തരുന്ന മറുപടിയാണ് 1 കൊരിന്ത്യോസ് 10-ാം അധ്യായം വാക്യം 11-ാം വാക്യം. എല്ലാവരും അവർക്ക് പറഞ്ഞാൽ ഇതെല്ലാം മാത്രം പറയാം, ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. അവർക്ക്, അത് സാവൂളിൻ്റെ കൊട്ടാരത്തിൽ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ താക്കീത്. മന്ത്രവാദികളുണ്ട്, വൈദ്യന്മാരുണ്ട്. അവരൊക്കെ നോക്കിയിട്ടും ഈ സാവൂളിൻ്റെ പീഡ മാറില്ല. ദാവീദ് എന്നൊരു ചെറു മനുഷ്യൻ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ പീഡ ഓടിപ്പോയി, അല്ലെ ദുരാത്മാവ് ഓടിപ്പോയി. ആ വലിയ ജനാവലിക്ക് താക്കീതായിട്ടാണ്. പക്ഷെ അവരോട് പറഞ്ഞ് ദൈവത്തിന് ചാപ്റ്റർ അടയ്ക്കാമായിരുന്നു. എന്തിനും ബൈബിൾ എഴുതി വെച്ചു? അതിന് പരിശുദ്ധാത്മാവ് തരുന്ന മറുപടിയാണ് 1 കൊരിന്ത്യർ 10:11. എല്ലാവരും ഉറക്കമായിട്ട് പറഞ്ഞ്, നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇതൊക്കെ എന്തിനാ ബൈബിൾ എഴുതി വെച്ചിരിക്കണേ? ഇന്നിൻ്റെ മനുഷ്യനും. അപ്പം നമ്മുടെ വീട്ടിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കണം, ദാഹിച്ച് പ്രാർത്ഥിക്കണം, പറ്റാവുന്നത്ര കുദാശ ഉൾക്കൊള്ളണം, ആത്മീയ ശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിൽ ആരും നിറയും? പരിശുദ്ധാത്മാവ് നിറയും. അതിനടുത്തായിട്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവോട് നമുക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കാം. 1-ാമത്തെ നേട്ടമാണ് നമ്മളെ ദൈവമക്കളാക്കി മാറ്റുന്നു. പറഞ്ഞെല്ലാവരും, പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് നമ്മൾ ആരായി മാറുന്നത് എന്ന് പരിശുദ്ധാത്മാവ് റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ അങ്ങോട്ട് പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്ത ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന ആത്മാവും നമ്മൾ ആബാ പിതാവ് എന്ന ദൈവത്തെ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ ഈ ആത്മാവ് മുഖാന്തരം നമ്മുടെ ആത്മാവിന് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ നിനക്കോ ദൈവമക്കളായി മാറണമെങ്കിൽ ആരുണ്ടാവണം? നമ്മളിൽ പരിശുദ്ധാത്മാവിന് ലഭിക്കേണ്ട 6 മേഖല വരെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവമക്കളായി കഴിയുമ്പോൾ നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറി നമുക്ക് വേണ്ടതൊക്കെ ദൈവം തരും. ഇതാണ് എൻ്റെ ജീവിതാനുഭവം. എനിക്ക് അത്രയും പറഞ്ഞു തരാനുള്ളൂ. അതുകൊണ്ടാണ് ഈ ദൈവാത്മാവ് നിറഞ്ഞാലുള്ള അടുത്ത ഗുണമാണ് ഗലാത്യർ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനും ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യർ 4:7 ഇങ്ങനെയാണ് പഠിപ്പിക്കുക: ആകയാൽ ഇനിമേൽ നിങ്ങൾ
ദാസരല്ല, പിന്നെയോ ദൈവത്തിൻ്റെ, ബാക്കി പറ, ഒരാളെ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ. അതിനപ്പുറത്തെ ഒരു വലിയൊരു വചനമുണ്ട്. അത് ഭയങ്കര പ്രത്യാശയുള്ള വചനമാണ്. ഇത്രയും അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞൊരു വാക്യം കൂടെ ബാക്കിയുണ്ട്, ഒരു പോർഷൻ. അതെങ്ങനെയാണ്? എല്ലാവരും പറഞ്ഞു, മക്കളെങ്കിൽ, ഉറക്കെ പറ, മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. വല്ല മനസ്സിലായോ? ബൈബിളിലെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും അവകാശികളായി ആരാണ്? ഞാനും നിങ്ങളല്ല. ആരാണ്? ദൈവത്തിൻ്റെ മക്കൾ. അപ്പം നമ്മൾ ദൈവമക്കളായാലേ ബൈബിളിൽ ഏത് കിട്ടുള്ളൂ? എല്ലാ അനുഗ്രഹം കിട്ടുള്ളൂ. ബൈബിൾ എത്ര വാഗ്ദാനം ഉണ്ടെന്ന് അറിയും നിങ്ങൾക്ക്? എല്ലാവരും പറഞ്ഞാൽ 8810 വാഗ്ദാനം ഉണ്ട് ഇതിൽ. ഇതെല്ലാം ആർക്കുള്ളതാണ്? ദൈവമക്കൾക്ക്. പറഞ്ഞെല്ലാവരും നമ്മൾ ദൈവമക്കളായി മാറാൻ നമ്മൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ 6 മേഖലയിലൂടെ വരുന്നതായിട്ട് പറഞ്ഞു. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഏതാണ് 6 മേഖല? വിശദീകരിക്കില്ല. ഇപ്പോൾ എല്ലാ കുദാശയിലൂടെ കടന്നു വരുന്നു. അഭിഷിക്തന്മാരുടെ കയ്യൊപ്പിലൂടെ യേശുവിനെ കർത്താവായി ഏറ്റു പറയുമ്പോൾ, പാപത്തെ വെറുത്തുപേക്ഷിക്കുമ്പോൾ കുംസാരം, ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാസർ. അപ്പം ഈ 6 കാര്യം നമ്മൾ മാക്സിമം എല്ലാ ദിവസവും ചെയ്യാം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ആരായി മാറി? മക്കളായുള്ള ഗുണം എന്താണ്? മക്കളെങ്കിൽ, ഒരാളെ പറഞ്ഞോളൂ, എല്ലാവർക്കും പറഞ്ഞേ, മക്കളെങ്കിൽ. എത്ര വാഗ്ദാനമുണ്ട് ബൈബിളിൽ? 8810 വാഗ്ദാനങ്ങളും അവകാശം. ബൈബിൾ ഒരു വാഗ്ദാനമാണ്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. പറഞ്ഞെല്ലാവരും. ഇപ്പം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ല. ഞാനൊക്കെ ഗ്രാൻഡ് അപ്പാപ്പനാണ് കേട്ടോ, 6 മക്കളുടെ അപ്പാപ്പനാണ്. അപ്പം നിങ്ങളുടെ മക്കളുടെ കാര്യം എടുക്കാം. നമ്മുടെ മക്കൾ കല്യാണം കഴിഞ്ഞ് 8 കൊല്ലം കുഞ്ഞുങ്ങളുണ്ടാവില്ല. അവരാരിൽ നിറഞ്ഞാൽ മതി അല്ലേ? കാരണം ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. മക്കൾക്കാണ് ഈ അവകാശമുള്ളൂ. നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. നമ്മുടെ കാലം തൊട്ട് നമ്മുടെ മക്കൾക്ക് നല്ല ജോലി തരാൻ കർത്താവിന് കടപ്പാടുണ്ട്. കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്, നെറ്റിയിലെ വേർപ്പുണ്ടെന്ന് വേണം 4 ദിവസം നമ്മുടെ ഔസപിതാവിൻ്റെ പ്രത്യേകതയിൽ തൊഴിലാളികളെ മധ്യസ്ഥനല്ലേ. ഇപ്പം എൻ്റെ ജീവിതാനുഭവം, എൻ്റെ മക്കളൊക്കെ പഠിപ്പ് കഴിയുമ്പോൾ നല്ല ജോലി കർത്താവ് കൊടുത്തു, മരുമക്കൾക്കും കൊടുത്തു, ഈ ചെറുവിനെ എനിക്കും നൽകി. ദൈവമക്കളെ, എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവം. ഇത് നമ്മൾ മക്കളായി മാറണം. മക്കളായി മാറണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മ നയിക്കപ്പെടണം. മക്കളെങ്കിലാണ് അവകാശം. നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കില്ല, മക്കൾക്ക് 10, 25 വയസ്സായി, 30 വയസ്സായി. ദൈവത്തിൻ്റെ വേറൊരു വാഗ്ദാനമാണ് ഉൽപ്പത്തി 2:18. മനുഷ്യൻ ഏകനായിട്ട് നല്ലതല്ലെന്ന് കണ്ട് അവന് ചേർന്നണയാൻ. അത് ഈശോയുടെ ഒരു വാഗ്ദാനമാണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ആരായി മാറണം? മക്കളായി മാറണം. മക്കളായി മാറണമെങ്കിൽ നമ്മൾ ആരാൽ നയിക്കപ്പെടണം? ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ. ക്ലിയറായി നിങ്ങൾക്ക്? ദൈവമക്കളെ, ദൈവാവെന്ന് അറിയാൻ നമ്മൾ 6 മേഖലയിലൂടെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ ബൈബിളിൽ ഇപ്പം നമ്മുടെ കുട്ടികൾ 10, 12 പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല. എത്ര പഠിച്ചാലും പരാജയമാണ്. നമ്മുടെ മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കാൻ ഈ ദൈവത്തിനൊരു വാഗ്ദാനമുണ്ട്. വായിച്ചല്ലേ യെശയ്യാ 54:13. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. കർത്താവ് പഠിപ്പിച്ച പിടിച്ചാൽ കിട്ടാതെ ഈ ചെറിയവൻ്റേതാണ്. ലോകത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ശമ്പളം കൊടുക്കുന്ന ഓയിൽ കമ്പനിയിലെ ജോലി കിട്ടിയത്, അമേരിക്കയുടെ ഓയിൽ കമ്പനിയിൽ. ദൈവമക്കളെ, 20 കർത്താവ് ഒരു വ്യക്തിയെ പഠിപ്പിച്ചാൽ ഇങ്ങനെ നക്കാപ്പിച്ചല്ല, ഉയർന്ന നിലയിൽ കർത്താവ് എത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതസാക്ഷി ഒരു 1/2 മിനിറ്റ് കൊണ്ട് പറഞ്ഞത്. എൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ദൈവം. അതിന് നമ്മുടെ മക്കളെ പരിശുദ്ധാത്മാവിന് അടിമ വയ്ക്കണം. ദൈവമക്കളെ, അതാണ് യെശയ്യാ 54:13. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ. ഇങ്ങനെ ബൈബിൾ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം പരിശുദ്ധാത്മാവാണ്.